2025 ഇന്ത്യയുടെ ആണവശക്തിക്ക് സംഭവിച്ച വളർച്ചയും അതിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ആഗോള സൈനിക രംഗത്ത് ശ്രദ്ധേയമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സംഘർഷങ്ങൾ, ആയുധ നിയന്ത്രണം, നിരായുധീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ആധികാരികമായ വിവരങ്ങൾ നൽകുന്ന SIPRI ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആണവശക്തിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ആഗോളതലത്തിലെ ആണവായുധ ശേഖരണ പ്രവണതകളെക്കുറിച്ചും സമഗ്രമായ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയുടെ പ്രതിരോധ നയങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, പ്രാദേശികവും ആഗോളവുമായ സുരക്ഷാ സാഹചര്യങ്ങളിൽ അവ ചെലുത്തുന്ന സ്വാധീനം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. 2025 ജനുവരിയിലെ SIPRI കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ആണവ പോർമുനകളുടെ എണ്ണം 180 വർദ്ധിച്ചു എന്നത് ശ്രദ്ധേയമായ ഒരു കണ്ടെത്തലാണ്. അയൽരാജ്യമായ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം 170 ആണെന്നതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സംഖ്യകൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിൽ സജീവമാണെന്നതാണ്. ഇന്ത്യ ആണവായുധങ്ങൾക്കായുള്ള പുതിയതരം വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് കേവലം പോർമുനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനപ്പുറം അവയെ ശത്രുവിന്റെ ലക്ഷ്യങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യയിലും ശേഷിയിലും ഇന്ത്യ മുന്നേറുന്നു എന്നതിന്റെ സൂചനയാണ്. ഇന്ത്യയുടെ ആണവശക്തിക്ക് വലിയൊരു കുതിപ്പേകിയ ഒരു സുപ്രധാന സംഭവമാണ് തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിഘട്ട് കമ്മീഷൻ ചെയ്തത്. ഇത് കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയുടെ ആണവ ട്രയഡ്, അതായത് കരയിൽ നിന്നും വ്യോമമാർഗങ്ങളിലൂടെയും കടലിൽ നിന്നും ആണവാക്രമണം നടത്താനുള്ള കഴിവ് കൂടുതൽ ശക്തിപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ ആണവ പ്രതിരോധ ശേഷി അളക്കുന്നതിൽ ഈ ട്രയാഡ് ശേഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കരയിൽ നിന്നുള്ള ആക്രമണശേഷി ഇന്ത്യയുടെ ആണവ മിസൈലുകൾ വഹിക്കാൻ കഴിവുള്ള മൊബൈൽ ലോഞ്ചറുകളും സ്ഥിരം ലോഞ്ചറുകളും ഉൾപ്പെടുന്നതാണ് ഈ വിഭാഗം. ഇത് ശത്രുവിന് ലക്ഷ്യം വെക്കാൻ ബുദ്ധിമുട്ടുള്ളതും അതിജീവനശേഷി കൂടിയതുമായ സംവിധാനമാണ്. വ്യോമമാർഗങ്ങളിലൂടെയുള്ള ആക്രമണശേഷി ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നുണ്ട്. വ്യോമസേനയുടെ ഇത്തരം വിമാനങ്ങൾ വേഗത്തിൽ ലക്ഷ്യത്തിലെത്താനും ആക്രമണം നടത്താനും സഹായിക്കുന്നുണ്ട്. കടലിൽ നിന്നുള്ള ആക്രമണശേഷി ആണവ അന്തർവാഹിനികളാണ് ഈ വിഭാഗത്തിലെ നട്ടെല്ല്. സമുദ്രത്തിനടിയിൽ ഒളിഞ്ഞിരുന്ന ആണവ മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്നത് ശത്രുവിന് കണ്ടെത്താൻ ഏറ്റവും പ്രയാസമുള്ളതും രണ്ടാമതൊരു പ്രഹരശേഷി ഉറപ്പാക്കുന്നതുമായ ഒരു പ്രതിരോധ സംവിധാനമാണ്. INS അരിഘട്ട് ഈ വിഭാഗത്തിലെ ഇന്ത്യയുടെ ശേഷിക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രപരമായ സ്വയംഭരണം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഒരു ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിൽ മറ്റ് സംവിധാനങ്ങൾ നശിച്ചാലും ആണവ ട്രയാഡ് ശേഷി രാജ്യത്തിന് തിരിച്ചടി നൽകാനുള്ള കഴിവ് നിലനിർത്തുന്നുണ്ട്. ഇതൊരു ആണവ ആക്രമണത്തെ തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു. 2003 രൂപീകരിച്ച ഇന്ത്യയുടെ ആണവ നയം ആഗോളതലത്തിൽ വലിയ അംഗീകാരം നേടിയ ഒന്നാണ്. ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഈ നയം വ്യക്തമാക്കുന്നത് സ്വന്തം പ്രദേശത്തിനോ സൈന്യത്തിനോ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇന്ത്യ ആണവായുധങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ്. ഈ സംഘർഷത്തിലും ആദ്യമായി ആണവാക്രമണം നടത്തില്ല എന്ന ഈ തത്വം ഇന്ത്യയുടെ ഉത്തരവാദിത്തമുള്ള ആണവശക്തി എന്ന പ്രതിച്ഛായയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഈ നയം ഇന്ത്യയുടെ ആണവായുധങ്ങൾ പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ആക്രമണ ഉദ്ദേശം ഇല്ലെന്നും ലോകത്തിന് ഉറപ്പു നൽകുന്നുണ്ട്. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ ഈ നയത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളും വിദഗ്ധർക്കിടയിൽ നടക്കാറുണ്ട്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള ജൈവ ആക്രമണങ്ങൾക്ക് ആണവായുധങ്ങൾ ഉപയോഗിച്ച് മറുപടി നൽകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ നിലവിലെ ഔദ്യോഗിക നിലപാട് NFU തന്നെയാണ്. SIPRI റിപ്പോർട്ട് പാകിസ്ഥാന്റെ ആണവ വികസനത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ പുതിയ ആണവ വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും കൂടുതൽ വിഘടിപ്പിക്കുന്ന വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് വരും വർഷങ്ങളിൽ പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ വികാസത്തിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ആണവശേഷി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യതകളെ വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്ക് ഇടയാക്കുന്നു. നിയന്ത്രണ രേഖയിലെ സംഘർഷങ്ങൾ, ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ആണവായുധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സങ്കീർണമാവുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആണവശേഖരം കൈവശമുള്ള രാജ്യങ്ങൾ റഷ്യയും അമേരിക്കയുമാണ്. സ്റ്റോക്ക്ഹോം ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് റഷ്യയ്ക്ക് 5459 വാർഹെഡുകളും അമേരിക്കയ്ക്ക് 5177 വാർഹെഡുകളുമുണ്ട്. ഇത് ആഗോള ആണവായുധ ശേഖരത്തിന്റെ സിംഹഭാഗവും ഈ രണ്ട് രാജ്യങ്ങളിലാണെന്ന് വ്യക്തമാക്കുന്നു. ചൈനയുടെ ആണവശേഷിയിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയ്ക്ക് 600 ആണവ വാർഹെഡുകൾ ഉണ്ടെന്നും അതിൽ 24 എണ്ണം ഉപയോഗത്തിന് തയ്യാറാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു.
ചൈന ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിവുള്ള മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ കഴിവ് നൽകുന്നു. റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെല്ലാം ആണവ പരമ്പരാഗത യുദ്ധമുറകൾ വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ ആധുനികവൽക്കരിക്കുകയാണെന്നും SIPRI റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നിവയും ഒന്നിലധികം പോർമുനകൾ വഹിക്കാനുള്ള ശേഷി വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ഒരു പുതിയ ആണവായുധ മത്സരത്തിന്റെ സൂചന നൽകുന്നുണ്ടോ എന്നത് ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. ശീതയുദ്ധത്തിന് ശേഷം എക്കാലത്തേക്കാളും 2024 ആഗോള സൈനിക ചെലവ് വർഷം തോറും വർദ്ധിച്ചതായി SIPRIയുടെ സമീപകാല റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പ്രവണത ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളെയും സുരക്ഷാ ആശങ്കകളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രാദേശികവും ആഗോളവുമായ സംഘർഷങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. സൈനിക ചെലവുകളിലെ വർധനവ്, പ്രത്യേകിച്ചും ആണവായുധങ്ങളുടെ നവീകരണവും വികസനവും ആഗോളതലത്തിൽ ഒരു പുതിയ ആയുധ മത്സരത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് ആണവായുധ നിരായുധീകരണ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ലോക സമാധാനത്തിന് വെല്ലുവിളിയാവുകയും ചെയ്യും. SIPRIയുടെ 2025 റിപ്പോർട്ട് ഇന്ത്യയുടെ ആണവശക്തിയിലെ മുന്നേറ്റങ്ങളെയും പ്രത്യേകിച്ചും ആണവ ട്രയാഡ് ശേഷിയിലെ വർധനവിനെയും ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തോടുള്ള പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നു. എന്നാൽ പ്രാദേശികമായും ആഗോളതലത്തിലുമുള്ള ആണവായുധ ശേഖരണ പ്രവണതകൾ, പ്രത്യേകിച്ചും പാകിസ്ഥാന്റെയും ചൈനയുടെയും ആണവ വികസനം സങ്കീർണമായ ഒരു സുരക്ഷാ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. ആഗോള സൈനിക ചെലവിലെ വർധനവ് ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ആണവ നിരായുധീകരണത്തിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാകുമോ, അതോ ഈ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ആയുധ നിയന്ത്രണ സംഭാഷണങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഇതെങ്ങനെ പ്രതിഫലിക്കുന്നുവെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.